മലപ്പുറം തിരൂരിൽ പോലീസിനെ ആക്രമിച്ച മണൽക്കടത്ത് സംഘം കസ്റ്റഡിയിലെടുത്തയാളെ കൂട്ടിക്കൊണ്ടുപോയി. ആക്രമണത്തിൽ 2 സിവിൽ പോലീസ് ഓഫീസർമാർക്ക് പരിക്കേറ്റു. സമീർ ബിൻ കരീം തിരൂരിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങൾ ചേരുന്നുണ്ട്. സമീർ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? മലപ്പുറം തിരൂരിലാണ് പോലീസിനെ മണൽക്കടത്ത് സംഘം ആക്രമിച്ചത്. കസ്റ്റഡിയിൽ എടുത്തയാളെ അതിനുശേഷം അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു. ആക്രമണത്തിൽ 2 സിവിൽ പോലീസ് ഓഫീസർമാർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് വിവരം. വിശദാംശങ്ങളുമായി സമീർ ബിൻ കരീം തിരൂരിൽ നിന്ന്. സമീർ, എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ? ഉന്മേഷ്, ഇന്ന് പുലർച്ചെയാണ് തിരൂരിന്റെ തീരദേശ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് മണൽ മാഫിയയുടെ ഈ മണൽ വാരൽ നടക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തിരൂർ പോലീസ് പരിശോധനയ്ക്കായി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോഴാണ് വാക്കാട് കേന്ദ്രീകരിച്ച് പോലീസ് ഒരു മണൽ മാഫിയ സംഘത്തെ പിടികൂടുന്നു. അതിന് പിന്നാലെ പോലീസ് ഈ ലോറിയും ഒപ്പം തന്നെ മണൽ മാഫിയ സംഘത്തിലുള്ള 2 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയായിരുന്നു. അതിനിടയിലാണ് വാക്കാട് വെച്ച് മണൽ മാഫിയ സംഘം പോലീസിനെ ആക്രമിക്കുകയും അതോടൊപ്പം തന്നെ ഈ ലോറി ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്ത് ലോറി ഡ്രൈവറെ ഈ മണൽ മാഫിയ സംഘം കടത്തിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സംഭവത്തിൽ 2 സിവിൽ പോലീസ് ഓഫീസർമാർക്കാണ് സംഭവത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. ഇവരെ നിലവിൽ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സാരമുള്ള പരിക്കല്ല ഇവർക്ക് എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. സംഭവത്തിൽ പ്രതികളെ പിടികൂടുന്നതിന് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. സമീർ, തുടരുക. അടുത്ത വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി സമീറിൽ നിന്ന് ശേഖരിക്കേണ്ടതുണ്ട്. അത് മലപ്പുറം വെന്നൂരിൽ KSRTC ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു എന്ന വാർത്തയാണ്. വേങ്ങര കൂരിയാട് സ്വദേശി K നസീൽ ആണ് മരിച്ചത്. സമീർ ബിൻ കരീം തുടരുന്നുണ്ട് ഇപ്പോൾ തിരൂരിൽ നിന്ന്. സമീർ, ഈ വാർത്തയുടെ വിവരങ്ങൾ കൂടി. KSRTC ബസ്സും ഒപ്പം ഇരുചക്ര വാഹനവും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരികയായിരുന്ന KSRTC ബസ്സും അതേ ദിശയിൽ വരികയായിരുന്ന ഇരുചക്ര വാഹനവുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ വെന്നൂർ സ്വദേശിയായിരിക്കുന്ന K നസീർ എന്ന് പറയുന്ന 25-കാരനാണ് മരിച്ചിരിക്കുന്നത്. അദ്ദേഹം പരീക്ഷ കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ വാഹനം ഇറങ്ങി മറ്റൊരു ബൈക്കിൽ സഞ്ചരിക്കുന്നതിലാണ് വാഹനാപകടം ഉണ്ടാവുകയും മരണം സംഭവിക്കുകയും ചെയ്തത്. ഉന്മേഷ്, സമീർ ബിൻ കരീമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.